എല്ലാവർക്കും കേരള PSC ട്രെൻഡ്സിലേക്ക് സ്വാഗതം. പ്രകൃതിയിലെ ചലനവും ബലവും എന്നുള്ള നമ്മളുടെ മൊഡ്യൂളിലെ അടുത്ത ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. 9ാം ക്ലാസ്സിലെ രണ്ടാമത്തെ അധ്യായമായ ചലന സമവാക്യങ്ങൾ എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 9ാം ക്ലാസ് ഫിസിക്സിലെ രണ്ടാമത്തെ അധ്യായമാണ് ചലന സമവാക്യങ്ങൾ. ഈ മൊഡ്യൂളിൽ ഇനി നമുക്ക് പഠിക്കാനുള്ളത് 9ാം ക്ലാസ് ഫിസിക്സിലെ തന്നെ 3ാം അധ്യായവും 4ാം അധ്യായവും. ഈ 2 അധ്യായം കൂടി പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു മൊഡ്യൂൾ ഇവിടെ അവസാനിക്കും. അപ്പോൾ ഇന്ന് നമ്മളതിലെ 9ാം ക്ലാസ് ഫിസിക്സിലെ രണ്ടാമത്തെ അധ്യായമായ ചലന സമവാക്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. എൻ്റെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മാത്രം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതുപോലെ മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്ന ബോധ്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്കും എത്തിക്കുക. നമ്മുടെ ഈ ചലന സമവാക്യങ്ങൾ എന്നുള്ള ചാപ്റ്റർ കുറച്ച് ഇക്വേഷൻസ്, അതായത് സൂത്രവാക്യങ്ങളൊക്കെ വരുന്ന ഒരു അധ്യായമാണ്. അപ്പോൾ ഇത് നമുക്ക് എന്താ വെച്ചാൽ പ്രോബ്ലംസ് ചെയ്ത് പഠിക്കേണ്ട ഒരു അധ്യായമാണ്. ഇവിടെ ഞാനത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. നമുക്കിത് പ്രോബ്ലംസ് വെച്ചിട്ട്, പ്രീവിയസ് ക്വസ്റ്റ്യൻ വെച്ചിട്ട് ഒരു ക്ലാസ്സും കൂടി നിങ്ങൾക്ക് ഞാൻ തരാം. ആ പ്രോബ്ലംസ് വെച്ച് ചെയ്യുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റർ നേരക്ക് മനസ്സിലാവുകയുള്ളൂ. കാരണം ഇതിൽ ഒരുപാട് ഇക്വേഷൻസ് വരുന്നുണ്ട്. 3 ചലന സമവാക്യങ്ങൾ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് നമ്മൾ ചെയ്ത് പഠിക്കണം. അപ്പോൾ ഇവിടെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതിൻ്റെ വിശദമായിട്ട് പ്രോബ്ലം ചെയ്തുകൊണ്ടുള്ളൊരു വീഡിയോ നമുക്ക് ഈ ഒരു മൊഡ്യൂൾ മുഴുവൻ പൂർത്തിയായതിന് ശേഷം ഞാൻ ചെയ്തു തരാം. ഈ മൊഡ്യൂളല്ല, ഈ ഒരു SCRT സീരീസ് പൂർത്തിയായതിന് ശേഷം ഏപ്രിൽ മുതൽ റിവിഷനിൽ ഞാൻ വിശദമായിട്ട് പ്രോബ്ലംസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ ചെയ്തു തരാം. നമ്മൾ ഈ ഇതിലെ ചില ഭാഗങ്ങളിലുള്ള ചില ടോപ്പിക്കുകളിലൊക്കെ അങ്ങനെ ഉണ്ട്, അത് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ചെയ്തു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ചാപ്റ്ററിലേക്ക് പോവാം. ചലന സമവാക്യങ്ങൾ. ആദ്യം ഇവിടെ തെങ്ങിൽ നിന്നൊരു തേങ്ങ വീഴുന്ന ഒരു രംഗം, ഒരു ചിത്രം കാണിച്ചിട്ടുണ്ട്. എന്നിട്ടൊരു കുട്ടികളുടെ സംസാരമാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഈ തെങ്ങിന് നല്ല ഉയരമുണ്ടല്ലോ, ഉയരം കണ്ടെത്താൻ എന്താണ് മാർഗം എന്നൊരു കുട്ടി ചോദിക്കുമ്പോൾ, തെങ്ങിൽ നിന്ന് തേങ്ങ തറയിൽ വീഴാനെടുത്ത സമയം കിട്ടിയാൽ ഞാൻ പറയാമെന്നൊരു കുട്ടി പറയുമ്പോൾ ഈ പെൺകുട്ടി ചിന്തിക്കുകയാണ്, അതെങ്ങനെയാണ് ഇപ്പോൾ അങ്ങനെ കാണുക എന്നുള്ളത് ചിന്തിക്കുക. അപ്പോൾ അതാണെന്ത്, അതിനെക്കുറിച്ചാണ് ആ ഒരു തെങ്ങിൽ നിന്ന് തേങ്ങ വീഴുന്ന സമയം കിട്ടിയാൽ അതിൻ്റെ ഉയരം കണ്ടെത്താം എന്നുള്ള ഒരു കുട്ടിയുടെ കമൻറ്റാണ് അവിടെ ഫസ്റ്റ് തന്നെ. ഇനി നമുക്ക് പോവുകയാണെങ്കിൽ ഇവിടെ തേങ്ങയുടെ താഴത്തേക്കുള്ള ചലനം എന്താണ്? നിർബാധ പതനമാണ്. നിർബാധ പതനമാണിത്. ഈ തെങ്ങിൽ നിന്ന് തേങ്ങ വീഴുന്ന പതനം നിർബാധ പതനമാണ്. നിർബാധം പതിക്കുന്ന ഒരു കല്ലിൻ്റെ ഓരോ സെക്കൻഡ് കഴിയുമ്പോഴുള്ള പ്രവേഗമാണെന്ത് ചിത്രീകരിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. ഇപ്പോൾ നിർബാധ പതനം നടത്തുന്ന ഒരു കല്ലിൻ്റെ ഓരോ സമയത്തുള്ള പ്രവേഗങ്ങളാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. 0 സെക്കൻഡ് ആകുമ്പോൾ ആദ്യം തന്നെ 0 ആയിരിക്കും. അപ്പോൾ ആദ്യ പ്രവേഗം 0 ആയിരിക്കും, 0. പിന്നീട് അത് 1 സെക്കൻഡ് ആകുമ്പോൾ 10 മീറ്റർ പെർ സെക്കൻഡ് ആകും അതിൻ്റെ പ്രവേഗം. 2 സെക്കൻഡ് ആകുമ്പോൾ 20 ആകും. 3 സെക്കൻഡ് ആകുമ്പോൾ 30 ആകും. 4 സെക്കൻഡ് ആകുമ്പോൾ 40 ആകും. ഇതെന്തെന്ന് വെച്ചാൽ തുല്യമായിട്ടാണ് ഇതിൻ്റെ പ്രവേഗം കൂടിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ കാരണം എന്താ? ഇത് നിർബാധ പതനം നടത്തുന്ന, അതൊരു കല്ലാണ്. ഇനിയിപ്പോൾ തെങ്ങിൽ നിന്ന് വീഴുന്ന തേങ്ങയാണെങ്കിലൊക്കെ ഈ നിർബാധ പതനത്തിന് ഉദാഹരണമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എന്താണ്, ഈ പ്രവേഗം ഓരോ സെക്കൻഡ് കഴിയുമ്പോഴും കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ ഒരേ പ്രവേഗത്തിലായിരിക്കും. അപ്പം ഈ നിർബാധ പതനത്തിനെ കുറിച്ച് നമുക്ക് ഈ ഒരു ചിത്രം കണ്ടു. ഇനി ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കാം? ഇതിൽ നിന്ന് കല്ലിൻ്റെ ചലനത്തെ സംബന്ധിച്ച് എന്തൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാം? ഇവിടെ എന്താണ്, നിർബാധം പതിക്കുന്ന കല്ലിൻ്റെ ഓരോ സെക്കൻഡിലും ഉണ്ടാകുന്ന പ്രവേഗ വർധനവ് എത്രയാണ്? 9.8 മീറ്റർ പെർ സെക്കൻഡാണ്. പക്ഷെ നമ്മൾ ഈ പ്രോബ്ലംസൊക്കെ ചെയ്യുന്നതിന് എളുപ്പമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് 10 മീറ്റർ പെർ സെക്കൻഡ് എന്ന് ആക്കിയിട്ടുള്ളത്. ശരിക്കും പറയുകയാണെങ്കിൽ 9.8 മീറ്റർ പെർ സെക്കൻഡാണ്. പക്ഷെ നമ്മൾ പ്രോബ്ലംസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അത് 10 എന്നൊരു റൗണ്ട് ഫിഗർ ആക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മുമ്പ് പഠിച്ചതാണ് ജി അല്ലെങ്കിൽ ഭൂഗുരുത്വ ത്വരണം അല്ലെങ്കിൽ ജി എന്ന് പറയുന്നത് എന്താണ്? 9.8 മീറ്റർ പെർ സെക്കൻഡാണ്. നമ്മൾ പ്രോബ്ലംസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതെന്ത് ചെയ്തിട്ടുണ്ട്? 10 മീറ്റർ പെർ സെക്കൻഡ് എന്ന് ആക്കിയിട്ടുണ്ട്. നമ്മൾ ആ പ്രോബ്ലം പറഞ്ഞ ഏരിയയിൽ പറഞ്ഞതാണ് ഭൂഗുരുത്വ ത്വരണം എന്നുള്ളത്.
ഇവിടെ കല്ലിൻ്റെ ആദ്യ പ്രവേഗം എത്രയാണ്? ആദ്യ പ്രവേഗം അല്ലെങ്കിൽ യു എന്ന് പറഞ്ഞാൽ അത് എത്രയാണ്? 0ആണ്. കാരണം 0ത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. അന്ത്യപ്രവേഗം അല്ലെങ്കിൽ വെലോസിറ്റി വി എന്നുള്ളത് എത്രയാണ്? നമുക്കൊന്ന് ചാർട്ട് നോക്കിയിട്ട് പറയാം. ഇതിൻ്റെ ആദ്യ പ്രവേഗം എന്ന് പറയുന്നത് ഇത് തുടങ്ങുന്ന ആ നിശ്ചലാവസ്ഥയിലുള്ള പ്രവേഗമാണിത് ആദ്യ പ്രവേഗം എന്ന് പറയുന്നത്. അത് എത്രയാണ്? 0ആണ്. അന്ത്യപ്രവേഗം എത്രയാണ്? ഇത് വന്ന് വീഴുന്ന താഴത്തെത്തുമ്പോഴുള്ള പ്രവേഗം 40ആണ്. അപ്പോൾ ആദ്യ പ്രവേഗം 0ഉം അന്ത്യപ്രവേഗം 40ഉമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ത്വരണം കണക്കാക്കാൻ, ത്വരണത്തിൻ്റെത് എ എന്നാണ് ഇംഗ്ലീഷ് ലെറ്റർ എ എന്ന് പറഞ്ഞാൽ അത് ത്വരണമാണ്. യു എന്നുള്ളത് ആദ്യ പ്രവേഗവും വി എന്നുള്ളത് വെലോസിറ്റി എന്നുള്ളത് എന്താണ്? അന്ത്യപ്രവേഗം അല്ലെങ്കിൽ പ്രവേഗം ഒക്കെയാണ്. അപ്പോൾ ത്വരണം കാണാനുള്ള സൂത്രവാക്യം എന്താണ്? പ്രവേഗമാറ്റം, അതായത് പ്രവേഗത്തിലുണ്ടായ മാറ്റം ബൈ സമയമാണെന്ത്? ത്വരണം കാണുന്നതിനുള്ള നമ്മുടെ സമവാക്യം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ പ്രവേഗമാറ്റം എത്രയാണ്? 0ത്തിൽ നിന്ന് 40ലേക്കാണ് എത്തിയത്. അപ്പോൾ പ്രവേഗമാറ്റം എത്രയാണ്? 40ആണ് ബൈ സമയം. അപ്പോൾ എത്രയാണ്? 40/4. അപ്പോൾ എത്രയാണ്? ത്വരണം എന്ന് പറയുന്നത് 10 മീറ്റർ പെർ സെക്കൻഡാണ്. 10 മീറ്റർ പെർ സെക്കൻഡാണ് അവിടെ ത്വരണം വരിക. ഇനി നമുക്കിതെങ്ങനെ പറയാം? ത്വരണം സമയം എങ്ങനെയാണ്? അന്ത്യപ്രവേഗം മൈനസ് ആദ്യ പ്രവേഗം ബൈ സമയം. അങ്ങനെയും നമുക്ക് പറയാം. അപ്പോൾ ത്വരണം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രവേഗമാറ്റം ബൈ സമയമാണ്. അതെന്ന് പറഞ്ഞാൽ എന്താണ്? അന്ത്യപ്രവേഗത്തിൽ നിന്ന് ആദ്യ പ്രവേഗം കുറച്ച് സമയം കൊണ്ട് ഹരിച്ചാൽ എന്ത് കിട്ടും? നമുക്ക് ത്വരണം ലഭിക്കും. അപ്പോൾ അന്ത്യപ്രവേഗം അല്ലെങ്കിൽ വെലോസിറ്റി, അതിൽ നിന്ന് നമ്മൾ ആദ്യ പ്രവേഗം യു കുറച്ചാൽ എന്ത് ചെയ്യും? കുറച്ചിട്ട് സമയം കൊണ്ട് ഹരിച്ചാൽ, സമയം എന്ന് പറഞ്ഞാൽ അത് അവസാനം എത്തിയ സമയം, മൊത്തം എടുത്ത സമയമാണ് സമയം എന്ന് പറയുന്നത്. നമ്മളിവിടെ പറയുകയാണെങ്കിൽ 4, ഈ ഒരു കേസിൽ പറയുകയാണെങ്കിൽ, അപ്പോൾ നമ്മൾ അന്ത്യപ്രവേഗം ഇതാണ് 40ആണ്. അപ്പോൾ 40 മൈനസ് ആദ്യ പ്രവേഗം 0 ബൈ സമയം എന്താണ്? മൊത്തം സമയമാണ് എടുക്കുക, 4 സെക്കൻഡ് എന്നുള്ള ഈ സമയം എടുക്കുക. അപ്പോൾ അന്ത്യപ്രവേഗം 40 മൈനസ് 0 ആദ്യ പ്രവേഗം ബൈ 4. ഇതാണ് ഇതിൻ്റെ ത്വരണം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 40/4 10 മീറ്റർ പെർ സെക്കൻഡ് എന്നാണ് ത്വരണം കിട്ടുക. അപ്പോൾ ത്വരണത്തിൻ്റെ നമ്മൾ പറഞ്ഞു, ത്വരണം പ്രവേഗം മാറ്റം ബൈ സമയം എന്ന് എഴുതാം, അല്ലെങ്കിൽ അന്ത്യപ്രവേഗം മൈനസ് ആദ്യ പ്രവേഗം ബൈ സമയം, അങ്ങനെയും കാണാം. ഇനി നമുക്ക് ഇതിൽ നിന്ന് എന്ത് ചെയ്യുക? അന്ത്യപ്രവേഗം കണക്കാക്കാനുള്ള സമവാക്യം എന്താണ്? ഇപ്പം ഇവിടെ നമ്മൾ ത്വരണം കണ്ടെത്താനുള്ള സമവാക്യം പറഞ്ഞു. ഇനി അന്ത്യപ്രവേഗം കണക്കാക്കാനുള്ള സമവാക്യം വി വെലോസിറ്റി സമം യു പ്ലസ് എ ടി. യു എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യ പ്രവേഗം. എ എന്നുള്ളത് എന്താണ്? എ എന്നുള്ളത് ത്വരണമാണ്, പ്ലസ് ടി സമയം. അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ ഇപ്പോൾ അന്ത്യപ്രവേഗം നമുക്ക് തന്നിട്ടില്ലെങ്കിൽ നമ്മളത് എങ്ങനെയാണ് കണക്കാക്കുക? ഇപ്പം നേരത്തെ പറഞ്ഞ കേസിൽ അന്ത്യപ്രവേഗം തന്നിട്ടില്ല എങ്കിൽ അതിനെങ്ങനെ? ഇതാണെന്ത്? ഒന്നാം ചലന സമവാക്യം. അപ്പോൾ ഒന്നാം ചലന സമവാക്യം എന്ന് പറയുന്നത് ഇതാണ്. വെലോസിറ്റി അല്ലെങ്കിൽ അന്ത്യപ്രവേഗം സമം ആദ്യ പ്രവേഗം പ്ലസ് ത്വരണം പ്ലസ് സമയം, ത്വരണം ഇൻറ്റു സമയം. ആദ്യ പ്രവേഗം പ്ലസ് ത്വരണം ഇൻറ്റു സമയമാണെന്ത്? അന്ത്യപ്രവേഗം എന്ന് പറയുന്നത്. ഇതാണ് ഒന്നാം ചലന സമവാക്യം എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ തന്ന പ്രോബ്ലത്തിൽ 40ആണ് എന്ത്? അന്ത്യപ്രവേഗം. അവിടെ നമുക്ക് 40 തന്നിട്ടില്ലെങ്കിൽ അതെങ്ങനെ അന്ത്യപ്രവേഗം എങ്ങനെ കാണാം? അവിടെ ആദ്യ പ്രവേഗം തന്നിട്ടുണ്ട് 0, അങ്ങനെ വിചാരിക്കുക. ആദ്യ പ്രവേഗം 0ഉം അതേപോലെ സമയം 4 സെക്കൻഡും തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ത്വരണം എന്താണ്? ത്വരണവും നമുക്ക് തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? അന്ത്യപ്രവേഗം 0 പ്ലസ് അന്ത്യപ്രവേഗം കാണാനുള്ള സൂത്രവാക്യം എങ്ങനെ വരിക? ആദ്യ പ്രവേഗം 0 ആണ്, ആദ്യ പ്രവേഗം 0 പ്ലസ് എ ടി എന്നുള്ളത് എന്താണ്? ത്വരണം പ്ലസ് സമയം. 0 പ്ലസ് എ എന്നുള്ളത് ത്വരണം എത്രയാണ്? 10ആണ്, ഇൻറ്റു സമയം എത്രയാണ്? 4. അപ്പോൾ 0 പ്ലസ് 10 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ എന്താണ്? 40. അതാണെന്ത്? അന്ത്യപ്രവേഗം. ഇത് നിങ്ങൾക്ക് ശരിക്ക് ആ പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുമ്പോഴാണ്
അത് ഞാൻ ചെയ്ത് കാണിച്ചു തരാം. അതുപോലെ ചെയ്ത് പഠിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഇതൊന്നും കൂടി മനസ്സിലാവുക. അപ്പോൾ അതിൻ്റെ ഒരു വിശദമായ ക്ലാസ് ഞാൻ ചെയ്തു തരാം. ഇപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞു തരുന്നത് മാത്രമേ ഉള്ളൂ. ഇതൊരിക്കലും ഇങ്ങനെ പറഞ്ഞു തന്നാൽ മനസ്സിലാവില്ല എന്ന് എനിക്കറിയാം. പക്ഷേ നമ്മൾ ആ മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഇങ്ങനെ ഫാസ്റ്റായിട്ട് പോകുന്നത്. ഫാസ്റ്റായിട്ടല്ല ഇങ്ങനെ. അപ്പോൾ ഇവിടെ നിങ്ങൾ ബേസിക് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി. പ്രോബ്ലംസുമായിട്ട് ഞാൻ വരാം. അതും കൂടി ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഏരിയ സെറ്റാവുക. ഓക്കെ. അപ്പോൾ ഈ സൂത്രവാക്യങ്ങൾ നിങ്ങൾ നോട്ടിൽ എഴുതി വെക്കുക. എന്നിട്ട് നമുക്ക് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഇതൊന്നും കൂടി മനസ്സിലാവും. ഓക്കെ. അപ്പം അന്ത്യപ്രവേഗം കാണാൻ എന്താണ്? ആദ്യപ്രവേഗം പ്ലസ് ത്വരണം പ്ലസ് സമയം. അതാണെന്ത്? ഒന്നാം ചലന സമവാക്യം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി നമുക്ക് ഗ്രാഫിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ചലനത്തെ നമുക്ക് എന്ത് ചെയ്യാം? ഗ്രാഫിലൂടെ ചിത്രീകരിക്കാൻ കഴിയും. അപ്പോൾ ആദ്യം നമുക്ക് ഗ്രാഫിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, കുറച്ച് ബേസിക് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. അത് എന്താണ് എന്ന് മനസ്സിലാക്കാം. എന്താണ് ഗ്രാഫ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഗ്രാഫ് എന്താണ്? ഒരു ദ്വിമാന ചിത്രമാണ്. ഗ്രാഫ് എന്നുള്ളത് എന്താണ്? ഒരു ദ്വിമാന ചിത്രമാണ്. രണ്ട് വാല്യൂകൾ കമ്പയർ ചെയ്യാനാണ് എന്ത് നമ്മൾ ഗ്രാഫ് ഉപയോഗിക്കുന്നത്. രണ്ട് വാല്യൂകൾ കമ്പയർ ചെയ്യുമ്പോഴാണ് എന്ത് അത്തരം സന്ദർഭങ്ങളിലാണ് നമ്മൾ ഗ്രാഫ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു ദ്വിമാന ചിത്രമാണെന്ത് ഗ്രാഫ് എന്ന് പറയുന്നത്. രണ്ട് അളവുകളെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് എന്ത് ഗ്രാഫുകളിൽ രണ്ട് അളവുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് നമുക്ക് ഗ്രാഫിൽ ചിത്രീകരിക്കാൻ കഴിയും. ഗ്രാഫ് എന്നുള്ളത് ദ്വിമാന ചിത്രമാണ്. അതുപോലെ രണ്ട് അളവുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യും? നമുക്ക് ഗ്രാഫുകളെ ചിത്രീകരിക്കാൻ കഴിയും. ഒരു ഗ്രാഫിൻ്റെ ഫോട്ടോ നമുക്ക് ആദ്യം നോക്കാം. ഇതിൽ വരുന്ന ഈ തിരശ്ചീന അക്ഷത്തെ, അല്ലെങ്കിൽ ഈ തിരശ്ചീന അക്ഷം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഗ്രാഫിൽ മുകളിൽ നിന്ന് താഴേക്കുള്ള ആ വരുന്ന അക്ഷത്തെ നമ്മളെന്താണ് y എന്നും, അതേപോലെ ഈ ഇടത് നിന്ന് വലത്തോട്ടുള്ള ഈ ഒരു അക്ഷത്തെ നമ്മൾ x എന്നും വിളിക്കുന്നു. അപ്പം ഒരു ഗ്രാഫിൽ എന്താണ് x y എന്നുള്ള രണ്ട് അക്ഷരങ്ങളുണ്ട്. നിങ്ങളൊരു ഗ്രാഫ് ബുക്ക് എടുത്ത് നോക്കിയാൽ അറിയാം. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്, ഒന്നുകൂടി പറയുന്നു എന്നുള്ളൂ. അപ്പോൾ എന്തുണ്ട്? ഇതിന് തിരശ്ചീന അക്ഷമുണ്ട്, ലംബമായിട്ടുള്ള അക്ഷവുമുണ്ട്. അപ്പോൾ തിരശ്ചീന അക്ഷവും ലംബമായിട്ടുള്ള അക്ഷവും. തിരശ്ചീന അക്ഷം എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. അതായത് തിരശ്ചീന അക്ഷം എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. എക്സ് തിരശ്ചീന അക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഇടത് നിന്ന് വലത്തോട്ടുള്ള അക്ഷത്തെയാണ് തിരശ്ചീന അക്ഷം എന്ന് പറയുന്നത്. ഇനി മുകളിൽ നിന്ന് താഴേക്കുള്ള അക്ഷത്തെയാണ് നമ്മൾ ലംബ അക്ഷം, അല്ലെങ്കിൽ അതിനെ നമ്മൾ y എന്ന് പറയുന്നത്. അപ്പോൾ ലംബാക്ഷത്തെ നമ്മൾ y എന്നും പറയുന്നു. ഇനി ഇത് രണ്ടും കൂട്ടിമുട്ടുന്ന ഈ ഒരു സെൻറ്റർ പോയിൻ്റ് ഉണ്ട്. ഇത് രണ്ടും കൂട്ടിമുട്ടുന്ന ഈ ഒരു സെൻറ്റർ പോയിൻറ്റിനെയാണ് നമ്മൾ ഒറിജിൻ അല്ലെങ്കിൽ മൂലബിന്ദു എന്ന് പറയുന്നത്. ഒറിജിൻ അല്ലെങ്കിൽ മൂലബിന്ദു എന്ന് പറയപ്പെടുന്നത് ഈ ഒരു സെൻട്രൽ പോയിൻറ്റിനെയാണ്. ഒരു ഗ്രാഫിന് എന്താണ്? രണ്ട് അക്ഷങ്ങളാണ്, എക്സും വൈയും ആണ്. എക്സ് അക്ഷം ഏതാണ്? ഇടതു നിന്ന് വലത്തോട്ടുള്ള അക്ഷം, അല്ലെങ്കിൽ തിരശ്ചീന അക്ഷമാണ്. എന്നാൽ ലംബമായിട്ട് മുകളിൽ നിന്ന് താഴോട്ടുള്ള ആ അക്ഷത്തെ നമ്മൾ എന്ത് പറയുന്നത്? y എന്ന് പറയും. മുകളിൽ നിന്ന് താഴോട്ടുള്ള അക്ഷത്തെ. അപ്പോൾ ഇത് രണ്ടും കൂട്ടിമുട്ടുന്ന ബിന്ദുവിനെ നമ്മൾ മൂലബിന്ദു അല്ലെങ്കിൽ ഒറിജിൻ എന്ന് പറയും. ഇനി നമ്മൾ ഈ മൂലബിന്ദു കൂട്ടിമുട്ടുന്ന ഇവിടുന്ന് അങ്ങോട്ട് OX, അതായത് വലത്തോട്ടുള്ള ഈ ഒരു ബിന്ദുവിനെ നമ്മൾ എന്ത് ചെയ്യും? പോസിറ്റീവ് OX എന്ന് പറയും. പോസിറ്റീവ് OX അക്ഷം എന്ന് പറയും. മൂലബിന്ദുവിൽ നിന്ന് വലത്തോട്ടുള്ളത് പോസിറ്റീവ് X അക്ഷമാണ്. ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഈ മൂലബിന്ദു, അതായത് Oയിൽ നിന്ന് വലത്തോട്ടുള്ള ഈ ഒരു പോർഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോസിറ്റീവ് X അക്ഷം എന്ന് പറയും. അതിന് നേരെ ഓപ്പോസിറ്റ് ഇടത്തോട്ടുള്ളതിനെ നമ്മൾ നെഗറ്റീവ് X അക്ഷം എന്നും പറയും. അപ്പോൾ പോസിറ്റീവ് X അക്ഷവും നെഗറ്റീവ് X അക്ഷവും എന്താണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതുപോലെ എന്താണ്? Y അക്ഷത്തിലെ
OY പോസിറ്റീവും OY നെഗറ്റീവും ഉണ്ട്. അപ്പോൾ Y അക്ഷത്തിലുണ്ട്, OY പോസിറ്റീവ് ഉണ്ട് മുകളിലേക്ക്, OY നെഗറ്റീവ് താഴേക്കും. അപ്പോൾ ഇത്രയാണ് ബേസിക് കാര്യങ്ങൾ, ഒരു ഗ്രാഫിനെ കുറിച്ചുള്ള ബേസിക് കാര്യങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കുക. ഞാനീ പറഞ്ഞ ഈ കാര്യങ്ങൾ XY അക്ഷങ്ങളും അതുപോലെ മൂലബിന്ദുവും പോസിറ്റീവ് അക്ഷവും നെഗറ്റീവ് അക്ഷവും, ഇത്രയും കാര്യങ്ങൾ ഗ്രാഫിൻ്റെ ബേസിക് കാര്യമാണ്. അത് മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. ഇനി ഗ്രാഫ് കൊണ്ട് നമുക്കുള്ള ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? ഗ്രാഫ് കൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്താണ്? ഗ്രാഫ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അളവുകൾ തമ്മിലുള്ള ബന്ധം ചിത്രീകരിക്കാം. ഗ്രാഫുകൾ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? അളവുകൾ തമ്മിലുള്ള ബന്ധം ചിത്രീകരിക്കാം. അതുപോലെ എന്ത് ചെയ്യാം? ആ ബന്ധത്തിനെ അടിസ്ഥാനമാക്കി ഗ്രാഫിൽ സമവാക്യം രൂപീകരിക്കാനും കഴിയും. അപ്പോൾ ഗ്രാഫ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഗ്രാഫ് കൊണ്ടുള്ള ഉപകാരങ്ങൾ എന്തൊക്കെയാണ്? അളവുകൾ തമ്മിലുള്ള ബന്ധം ചിത്രീകരിക്കാൻ കഴിയും. അതുപോലെ എന്ത് ചെയ്യുക? അത് ഉപയോഗിച്ചുകൊണ്ടുള്ള എന്ത് ചെയ്യാം? അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സമവാക്യങ്ങൾ രൂപീകരിക്കാനും കഴിയും. ഗ്രാഫിൽ നിന്ന് സമവാക്യങ്ങൾ രൂപീകരിക്കാനും അതുപോലെ ഗ്രാഫിൻ്റെ അളവുകൾ തമ്മിലുള്ള ബന്ധം ചിത്രീകരിക്കാനും നമുക്ക് ഗ്രാഫ് ഉപയോഗപ്പെടുത്താം. ഇനി സ്ഥാന സമയ ഗ്രാഫാണ്. ഒരു ഗ്രാഫ് പേപ്പറിൽ എന്ത് ചെയ്യുക? XOX YOY വരയ്ക്കുക. എന്നിട്ട് X അക്ഷം സമയം രേഖപ്പെടുത്താനും Y അക്ഷം സ്ഥാനം രേഖപ്പെടുത്താനും ഉപയോഗിക്കുക. എന്നിട്ട് ഇവിടെ സമയവും സ്ഥാനം തന്നിട്ടുണ്ട്. ഇതവിടെ നമുക്ക് ഗ്രാഫിൽ ഇതുപോലെ എന്ത് ചെയ്യുക? സമയം സ്ഥാനം മീറ്ററിലും സമയം സെക്കൻഡിലും ഇതുപോലെ അടയാളപ്പെടുത്താൻ വന്നിട്ടുണ്ട്. 8ാമത്തെ സെക്കൻഡ് സൂചിപ്പിക്കുന്ന ബിന്ദുവിൽ നിന്ന് സമയം രേഖപ്പെടുത്തിയ X അക്ഷത്തിന് ഒരു ലംബം വരക്കുക. ഇത് ഗ്രാഫിൻ്റെ ഒരു മൂലബിന്ദുവിൽ സന്ധിക്കുമല്ലോ. ഈ ബിന്ദുവിൽ നിന്ന് Y അക്ഷത്തിലേക്ക് മറ്റൊരു ലംബം വരക്കുക. ഇപ്രകാരം വരച്ച ലംബം Y അക്ഷത്തിൽ സന്ധിക്കുന്ന ബിന്ദു സൂചിപ്പിക്കുന്ന വിലയാണെന്ത്? സ്ഥാനാന്തരം. അപ്പോൾ നമുക്കറിയാം കാറിൻ്റെ ചലനവുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യുക? നമ്മൾ X അക്ഷത്തിൽ നിന്ന് ഒരു ബിന്ദു X അക്ഷത്തിൽ നിന്ന് എന്ത് ചെയ്യുക? ഒരു ലംബം വരച്ചു. Y അക്ഷത്തിൽ നിന്ന് ഒരു ലംബം വരച്ചു. ഇത് രണ്ടും കൂട്ടിമുട്ടുന്ന ഒരു പോയിൻ്റ്, ആ ഒരു ബിന്ദുവാണ്. ആ ബിന്ദുവാണ് എന്ത് എന്ന് പറയുന്നത്? ഇതിൻ്റെ ത്വരണം എന്ന് ത്വരണമല്ല, സ്ഥാനാന്തരം എന്ന് പറയുന്നത്. നമ്മൾ സ്ഥാനാന്തരം നമ്മൾ പഠിച്ചപ്പോൾ പറഞ്ഞതാണ്, നേർരേഖ ചലനമാണെന്ത്? സ്ഥാനാന്തരം എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഗ്രാഫിൽ ഇപ്പോൾ നമ്മൾ 8 സെക്കൻഡ് കൊണ്ട് എന്ത് ചെയ്തു? 40 മീറ്റർ വാഹനം ചലിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് രണ്ടും മാർക്ക് ചെയ്താൽ നമ്മൾ ഈ ഇവിടെ സെൻറ്ററിൽ നിന്ന് ഒരു ലംബം വരയ്ക്കുമ്പോൾ ഇത് കൂട്ടിമുട്ടുന്ന ഈ ഒരു പോയിൻ്റാണ് എന്ത്? ഇതിൻ്റെ സ്ഥാനാന്തരം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സ്ഥാനാന്തരം എത്രയാണെന്ന് പറയാം. പിന്നെ അതേപോലെ 8 സെക്കൻഡ് കൊണ്ട് കാർ സഞ്ചരിച്ച ദൂരം എത്ര മീറ്ററാണ്? അത് നമുക്കിവിടെ എടുക്കാം. ഈ 8 കൂട്ടിമുട്ടുന്ന ആ ലംബം കൂട്ടിമുട്ടുന്ന അവിടുന്ന് നോക്കിയാൽ എത്രയാണ്? 40 മീറ്ററാണ്. അപ്പോൾ 8 സെക്കൻഡ് കൊണ്ട് എത്രയാണ്? 40 മീറ്ററാണ് കാറ് സഞ്ചരിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇങ്ങനെയാണ് നമുക്ക് ഗ്രാഫിൽ നോക്കിയിട്ട് കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്നത്. ഇത് ജസ്റ്റ് ആ ബേസിക് കൺസെപ്റ്റ് മനസ്സിലാക്കാനാണ്. നിങ്ങൾ കയ്യിൽ ഗ്രാഫ് ബുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലൊന്ന് വരച്ച് നോക്കി നിങ്ങൾക്ക് ഇത് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാവുന്ന കാര്യമാണ്. പിന്നെ അതൊക്കെ അവിടെ ഇതിനെ ചാർട്ടിനെ കുറിച്ചാണ് ഗ്രാഫിനെ കുറിച്ചാണ് അവിടെയൊക്കെ പറയുന്നത്. അപ്പോൾ തന്നിരിക്കുന്ന അളവുകളെ ഗ്രാഫ് പേപ്പറിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒതുക്കാവുന്ന രീതിയിലാക്കുന്നത് കൊണ്ട് എന്താണ്? നമുക്ക് തോത് എടുക്കേണ്ടി വരും. അപ്പോൾ തോത് എടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ തന്നിരിക്കുന്ന അളവുകളെ ഗ്രാഫ് പേപ്പറിൽ ഒതുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തോത് എടുക്കുന്നത്. തോത് കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? ഗ്രാഫിൻ്റെ വലിപ്പം കുറയും, പക്ഷേ മൂല്യത്തിൽ വ്യത്യാസം സംഭവിക്കില്ല. അപ്പോൾ ഈ തോത് നമ്മൾ എടുക്കുന്നതിനനുസരിച്ച് കൂടുതൽ എടുക്കുമ്പോൾ എന്ത് ചെയ്യും? ഗ്രാഫിൻ്റെ വലിപ്പം കുറഞ്ഞു വരും, പക്ഷേ എന്ത് ചെയ്യും? മൂല്യത്തിലൊന്നും വ്യത്യാസം വരുന്നില്ല. ഗ്രാഫിൻ്റെ തോത് വലിപ്പം കുറഞ്ഞാലും മൂല്യത്തിൽ വ്യത്യാസം വരുന്നില്ല. അപ്പോൾ അതാണ് ഇതിലുള്ള ഈ ഗ്രാഫിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ. ഇനി വന്ന ഒരു മറ്റൊരു പോയിൻ്റാണ്, സമവേഗത്തിൽ ചലിക്കുന്ന വസ്തുവിൻ്റെ സ്ഥാന സമയ ഗ്രാഫ് നേർരേഖയായിരിക്കും. സമവേഗത്തിൽ, അതായത് ഒരേ വേഗത്തിലാണ് വസ്തു ചലിക്കുന്നതെങ്കിൽ അതിൻ്റെ സ്ഥാന സമയ ഗ്രാഫ് എപ്പോഴും നേർരേഖയിലായിരിക്കും. നേർരേഖയില്ലാത്ത സന്ദർഭങ്ങളിൽ വസ്തു അസമ വേഗത്തിലായിരിക്കും. അപ്പം ഗ്രാഫിൽ നേർരേഖയിലാണ് എങ്കിൽ നമ്മൾ എന്ത് മനസ്സിലാക്കാം? അത്
വേഗത്തിലാണ് ആ വസ്തു ചലിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. എന്നാൽ ഗ്രാഫിൽ നേർരേഖ അല്ലാത്ത സന്ദർഭമാണെങ്കിൽ നമുക്ക് എന്താ ഗ്രാഫ് നോക്കി മനസ്സിലാക്കാം, ആ വസ്തു എന്നുള്ളത് അസമ വേഗത്തിലാണ്, ഒരേ വേഗത്തിലല്ല അത് ചലിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. ഇവിടെ അതിൻ്റെ സമവേഗത്തിൻ്റെ ചിത്രമൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗ്രാഫ് നേർരേഖയിലാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അത് വസ്തു സമവേഗത്തിലാണ് സഞ്ചരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. എന്നാൽ നേർരേഖയിൽ അല്ലെങ്കിൽ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അത് അസമവേഗത്തിലാണെന്നാണ്. ഇത് നമ്മൾ ഗ്രാഫ് വെച്ച് അനലൈസ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. ഗ്രാഫ് അനലൈസേഷനാണ് അല്ലെങ്കിൽ ഗ്രാഫ് വെച്ചിട്ടുള്ള അനാലിസിസാണ് ഇത് ഇവിടെ നമ്മൾ പറയുന്നത്. ഇനി നമുക്ക് പ്രവേഗ സമയ ഗ്രാഫ് നോക്കാനാണ്. അതും ഇവിടെ ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ്, ഒരു പ്രവേഗ സമയ ഗ്രാഫിൽ നിശ്ചിത ഇടവേളകൾക്കിടയിൽ വസ്തുവിനുണ്ടാകുന്ന സ്ഥാനാന്തരം ഗ്രാഫിന് ചുവടെയുള്ള ഭാഗത്തിൻ്റെ പരപ്പളവിന് തുല്യമായിരിക്കും. ഒരു പ്രവേഗ സമയ ഗ്രാഫിൽ നിശ്ചിത ഇടവേളകളിൽ വസ്തുവിനുണ്ടാകുന്ന സ്ഥാനാന്തരം എപ്പോഴും എന്തായിരിക്കും, ഗ്രാഫിൻ്റെ താഴെയുള്ള ഭാഗത്തിൻ്റെ പരപ്പളവിന് തുല്യമായിരിക്കും. നമ്മളൊരു പ്രവേഗ സമയ ഗ്രാഫ് എടുക്കുകയാണെങ്കിൽ നിശ്ചിത ഇടവേളകൾക്കിടയിൽ വസ്തുവിനുണ്ടാകുന്ന സ്ഥാനത്തിലുള്ള മാറ്റം എന്താണ്, ഗ്രാഫിൻ്റെ ചുവടെയുള്ള ഭാഗത്തിൻ്റെ അല്ലെങ്കിൽ താഴെ ഭാഗത്തുള്ള ഇതിൻ്റെ പരപ്പളവിന് തുല്യമായിരിക്കും. അതാണ് ഇവിടെ ഈ ഒരു പിക്ചറിൽ നമുക്ക് കാണിക്കുന്നത്. ഇപ്പോൾ ഈ BCAD എന്നുള്ളതുണ്ടാവും, ഈ പരപ്പളവിന് എപ്പോഴും തുല്യമായിരിക്കും എന്ത് ചെയ്യും, സമയപ്രവേഗ ഗ്രാഫിൽ. സ്ഥാനാന്തരത്തിൻ്റെ സൂത്രവാക്യം എന്താണ്, സ്ഥാനാന്തരം സമം പ്രവേഗം ഇൻറ്റു സമയമാണ്. പ്രവേഗം സമം സ്ഥാനാന്തരം ബൈ സമയമാണ്. നോട്ട് ചെയ്യേണ്ട, നമ്മൾ പ്രവേഗം കണ്ടുപിടിക്കാൻ എന്താണ് സ്ഥാനാന്തരം, അത് സ്ഥാനത്തിലുണ്ടായ മാറ്റം ബൈ സമയമാണെന്ത് പ്രവേഗം. എന്നാൽ സ്ഥാനാന്തരം കണ്ടുപിടിക്കാനോ പ്രവേഗം ഇൻറ്റു സമയമാണെന്ത് സ്ഥാനാന്തരം എന്ന് പറയുന്നത്. സ്ഥാനാന്തരം എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രവേഗം ഇൻറ്റു സമയവും, പ്രവേഗം എന്ന് പറഞ്ഞാൽ സ്ഥാനാന്തരം ബൈ സമയവും ആണ്. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കുക. ഇതൊക്കെ നിങ്ങൾ ഇപ്പോൾ നോട്ടിൽ എഴുതി വെക്കുക. നമുക്ക് ആ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും കൂടി മനസ്സിലാവും. ഇനി ചലന സമവാക്യങ്ങൾ അല്ലെങ്കിൽ ഇക്വേഷൻസ് ഓഫ് മോഷൻസ് എന്ത് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ഒന്നാം ചലന സമവാക്യം നമ്മൾ പറഞ്ഞു, എന്താണ്, അന്ത്യപ്രവേഗം സമം ആദ്യ പ്രവേഗം പ്ലസ് ത്വരണം ഇൻറ്റു സമയം എന്നുള്ളതാണ് എന്ത് ഒന്നാം ചലന സമവാക്യം. അന്ത്യപ്രവേഗം കാണാനുള്ള സൂത്രവാക്യമാണിത് ഒന്നാം ചലന സമവാക്യം. അപ്പോൾ അത് നമ്മൾ കണക്ട് ചെയ്ത് വെക്കുക. ബാക്കി വരുന്ന സമവാക്യങ്ങളും അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. അപ്പോൾ അതെന്തായാലും നിങ്ങൾ ആദ്യം അത് ഓക്കെ ആക്കി വെക്കണം, എന്നിട്ടാണ് നമുക്ക് അടുത്തതിലേക്ക് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ സമത്വരണത്തോടെ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിൽ അല്ലെങ്കിൽ നിർബാധം പതിക്കുന്ന വസ്തുവിൻ്റെ പ്രവേഗ സമയ ഗ്രാഫാണെന്ത് ഇവിടെ തന്നിരിക്കുന്നത്. അത് ഇങ്ങനെയായിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, T1 നിന്നും T2 നിന്നും ഗ്രാഫിലേക്കുള്ള ലംബം വരക്കുക. അതുപോലെ PQ എന്നീ ബിന്ദുക്കളിൽ സന്ധിക്കുന്നു. പിന്നെ Pയിൽ നിന്ന് QR മറ്റൊരു ലംബം വരക്കുക. അതെന്ത് ചെയ്യും, Aയിൽ സന്ധിക്കും. ഗ്രാഫിലെ PQRS എന്ന ലംബകത്തെ പരിഗണിച്ചാൽ P എന്ന് സൂചിപ്പിക്കുന്ന ബിന്ദുവിൽ എന്ത് ചെയ്യുക, വസ്തുവിൻ്റെ പ്രവേഗം U എന്നും Q എന്ന ബിന്ദുവിൽ അതിൻ്റെ പ്രവേഗം V എന്നും കണക്കാക്കിയാൽ നമുക്ക് വരുന്ന സൂത്രവാക്യങ്ങളാണ് ഇനി നോക്കാൻ പോകുന്നത്. PS സമം AR, അത് U ആയിരിക്കും. QR എന്ന് പറഞ്ഞാൽ V ആണ്, വെലോസിറ്റി. അപ്പോൾ SR എന്ന് പറഞ്ഞാൽ T ആണ്, സമയമാണ്. അപ്പോൾ T2 മൈനസ് T1 ആണ് എന്ത് SR എന്നുള്ളത് സമയം. അപ്പോൾ AQ എന്നുള്ളത് എന്താ, QR മൈനസ് AR ആണ്, അതായത് V മൈനസ് U. അന്ത്യപ്രവേഗം മൈനസ് ആദ്യ പ്രവേഗമാണെന്ത് AQ എന്നുള്ളത്. അപ്പോൾ ഇത്രയും ബേസിക് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി. ഇനി നമുക്ക് പ്രവേഗ സമയ ബന്ധം കാണിക്കുന്ന സമവാക്യം ഏതാണെന്ന് നോക്കാം. രണ്ടാം സമവാക്യം ആണ്. പ്രവേഗം സമയബന്ധം കാണിക്കുന്ന സമവാക്യം ഏതാണ്, ത്വരണം സമയം എന്താണ്, V മൈനസ് U ബൈ അന്ത്യപ്രവേഗം മൈനസ് അന്ത്യപ്രവേഗം മൈനസ് ആദ്യപ്രവേഗം ബൈ സമയമാണെന്ത് ത്വരണം
എ എന്നുള്ളത്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യമാണ്. ഇനി എ ടി സമം എന്താണ്? അതായത് ത്വരണം ഇൻറ്റു സമയം സമം അന്ത്യപ്രവേഗം മൈനസ് ആദ്യപ്രവേഗമാണിത്. ത്വരണം ഇൻറ്റു സമയം എ ടി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതാണ് വി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അന്ത്യപ്രവേഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യപ്രവേഗം പ്ലസ് ത്വരണം ഇൻറ്റു സമയമാണ് എന്ത്? അന്ത്യപ്രവേഗം എന്നുള്ളത് നമ്മളെ ഒന്നാം ചലന സമവാക്യമാണ്. ഇനി രണ്ടാം ചലന സമവാക്യം എന്താണ് എന്നുള്ളത് നോക്കാം. രണ്ടാം ചലന സമവാക്യത്തിൽ പറയുന്നത് എന്താണ്? എസ് സമം യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. എസ് സമം, അല്ലെങ്കിൽ എസ് എന്നുള്ളത് എന്താണ്? ദൂരം എന്നാണ്, അല്ലെങ്കിൽ സ്ഥാനാന്തരം എന്നാണ്. സ്ഥാനാന്തരം സമം എന്താണ്? യു ടി അന്ത്യപ്രവേഗം ഇൻറ്റു സമയം, ആദ്യപ്രവേഗം ഇൻറ്റു സമയം പ്ലസ് ഹാഫ് ഇൻറ്റു ത്വരണം ഇൻറ്റു സമയം സ്ക്വയർ. ഇതാണെന്ത്? രണ്ടാം ചലന സമവാക്യം. സ്ഥാനാന്തരം കണ്ടുപിടിക്കാനുള്ള രണ്ടാം ചലന സമവാക്യം എന്താണ്? ആദ്യപ്രവേഗം ഇൻറ്റു സമയം പ്ലസ് ഹാഫ് ത്വരണം ഇൻറ്റു സമയം സ്ക്വയർ. ഇതാണെന്ത്? രണ്ടാം ചലന സമവാക്യം. ഇനി സ്ഥാനപ്രവേഗ ബന്ധം കാണിക്കുന്ന സമവാക്യം. ഇനി മൂന്നാം ചലന സമവാക്യം എന്താണ് എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒന്നാം ചലന സമവാക്യം നമ്മൾ അന്ത്യപ്രവേഗം കാണാനാണ്. രണ്ടാം ചലന സമവാക്യം സ്ഥാനാന്തരം കാണാനാണ്. ഇനി മൂന്നാം ചലന സമവാക്യം എന്താണ് എന്നുള്ളത് നോക്കാം. അത് മൂന്നാം ചലന സമവാക്യം എന്ന് പറയുന്നത് എന്താണ്? മൂന്നാം ചലന സമവാക്യം എന്ന് പറയുന്നത് വി സ്ക്വയർ, അതായത് നമ്മുടെ വെലോസിറ്റി വി സ്ക്വയർ, അല്ലെങ്കിൽ പ്രവേഗത്തിൻ്റെ അന്ത്യപ്രവേഗത്തിൻ്റെ സ്ക്വയർ, അല്ലെങ്കിൽ പ്രവേഗത്തിൻ്റെ സ്ക്വയർ സമം ആദ്യപ്രവേഗത്തിൻ്റെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എ പ്ലസ് എസ് ആണ്. എ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ഇൻറ്റു എ പ്ലസ് എസ് ആണ്. എ എന്ന് പറഞ്ഞാൽ ത്വരണമാണ്. എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ഥാനാന്തരം ആണ്. എ എന്ന് പറഞ്ഞാൽ ത്വരണമാണ്. എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ഥാനാന്തരം ആണ്. അപ്പോൾ മൂന്നാം ചലന സമവാക്യം എന്ന് പറഞ്ഞത് എന്താണ്? നമ്മുടെ വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ വെലോസിറ്റിയുടെ സ്ക്വയർ. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രവേഗം അല്ലെങ്കിൽ അന്ത്യപ്രവേഗം. അന്ത്യപ്രവേഗത്തിൻ്റെ സ്ക്വയർ സമം ആദ്യപ്രവേഗത്തിൻ്റെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ത്വരണം ഇൻറ്റു എസ് സ്ഥാനാന്തരം. അപ്പോൾ ഇവിടെ നമ്മൾ വി സമം എങ്ങനെ എഴുതാം? ആദ്യ ത്വരണം പ്ലസ് ത്വരണം കാണാൻ, അല്ലെങ്കിൽ അന്ത്യപ്രവേഗം കാണാൻ, അല്ലെങ്കിൽ പ്രവേഗം കാണാൻ എന്താണ്? യു പ്ലസ് ആദ്യപ്രവേഗം പ്ലസ് ത്വരണം ഇൻറ്റു സമയം, അങ്ങനെ കാണാം. സ്ഥാനാന്തരം കാണാൻ ആദ്യപ്രവേഗം ഇൻറ്റു സമയം പ്ലസ് ഹാഫ് ഇൻറ്റു ത്വരണം ഇൻറ്റു സമയം സ്ക്വയർ. ഇനി വി സ്ക്വയർ, അല്ലെങ്കിൽ അന്ത്യപ്രവേഗത്തിൻ്റെ സ്ക്വയർ സമയം എന്താണ്? ആദ്യപ്രവേഗത്തിൻ്റെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ത്വരണം ഇൻറ്റു സ്ഥാനാന്തരം. അപ്പോൾ ഇതാണെന്ത്? 3 ചലന സമവാക്യങ്ങൾ. പ്രധാനപ്പെട്ടതാണ് ഈ പോയിൻ്റ്. നിർബന്ധമായിട്ടും നിങ്ങൾ ഈ 3 ചലന സമവാക്യങ്ങൾ ഓർത്തിരിക്കണം. ഇത് വെച്ചുള്ള പ്രോബ്ലംസ് ചെയ്ത് പഠിക്കണം. പ്രോബ്ലംസുമായിട്ട് ഞാൻ മറ്റ് ക്ലാസ്സിൽ വരാം. അത് നിങ്ങൾക്ക് ഞാൻ തരുന്ന വാക്കാണ്. ഓക്കെ. അപ്പോൾ ഇതാണെന്ത്? 3 ചലന സമവാക്യങ്ങൾ. ഇനി ഇവിടെ നമുക്ക് കുറച്ച് പ്രോബ്ലംസ് തന്നിട്ടുണ്ട് ഇത് ചെയ്യാൻ. ഇവിടെ അത് ഉദാഹരണ സഹിതം ചെയ്ത് തന്നിട്ടുമുണ്ട്. നിശ്ചലാവസ്ഥയിൽ നിന്ന് പുറപ്പെട്ട ഒരു വസ്തുവിൻ്റെ പ്രവേഗം 4ാമത്തെ സെക്കൻഡിൽ 20 മീറ്റർ/സെക്കൻഡും 8ാമത്തെ സെക്കൻഡിൽ 40 മീറ്റർ/സെക്കൻഡുമാണ് എങ്കിൽ 4ാമത്തെയും 8ാമത്തെയും സെക്കൻഡുകൾക്കിടയിൽ വസ്തു സഞ്ചരിച്ച ദൂരം എത്രയാണ് എന്നുള്ളത് കണ്ടെത്താനാണ്. അപ്പോൾ ഇവിടെ ആദ്യ പ്രവേഗം എത്രയാണ്? 20 അന്ത്യപ്രവേഗം എത്രയാണ്? 40. അപ്പോൾ ഇവിടെ ത്വരണം എത്ര കാണാനുള്ളത്? ത്വരണം നമ്മൾ കാണുമ്പോൾ എന്ത് ചെയ്യും?
അന്ത്യപ്രവേഗം മൈനസ് ആദ്യപ്രവേഗം ബൈ സമയമാണ് ത്വരണം. അപ്പോൾ നമുക്ക് 5 മീറ്റർ/സെക്കൻഡ് എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ സഞ്ചരിച്ച ദൂരം അല്ലെങ്കിൽ സ്ഥാനാന്തരം കാണാനുള്ള സൂത്രവാക്യം എന്താണ്? എസ് സമം എന്താണ്? ut പ്ലസ് ഹാഫ് at². ut എന്നുള്ളത് എന്താണ്? u എന്നുള്ളത് ആദ്യപ്രവേഗമാണ്. അത് എത്രയാണ്? 20 ഇൻറ്റു സമയം എത്രയാണ്? 20 ഇൻറ്റു 4 സെക്കൻഡാണ് ആദ്യത്തെ സമയം. അപ്പോൾ 20 ഇൻറ്റു 4 പ്ലസ് ഹാഫ് ഇൻറ്റു എ എന്നുള്ളത് എന്താണ്? ത്വരണമാണ്. ത്വരണം നമ്മൾ കണ്ടുപിടിച്ചു, 5 മീറ്റർ/സെക്കൻഡ്² എന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ 5 ഇൻറ്റു പിന്നെ ടി എന്നുള്ളത് എന്താണ്? സമയം എന്താണ്? 4 അപ്പോൾ 4². സമയം 4 അപ്പോൾ 4². അത് കാണുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 180 + 40 120 മീറ്റർ എന്ന് കിട്ടും. ഇത് പ്രോബ്ലംസ് ചെയ്ത് പഠിക്കേണ്ടതാണ്. അപ്പം 3 ചലന സമവാക്യങ്ങൾ വെച്ചുള്ള പ്രോബ്ലംസാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നിർബന്ധമായിട്ടും ചെയ്ത് പഠിക്കേണ്ടത്. ഇവിടെ അത് ആദ്യം തന്നെ നമുക്ക് ഉദാഹരണ സഹിതം അവർ ചെയ്ത് തന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്കിവിടെ താഴെ കുറേ പ്രോബ്ലംസ് നമ്മളോട് ചെയ്യാനും തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇത് പ്രോബ്ലംസാണ്. ഇനി ആ പ്രോബ്ലംസ് ഞാൻ ചെയ്ത് തരാം. നമ്മളിങ്ങനെ പ്രോബ്ലംസ് ഒരിക്കലും വായിച്ച് പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. അത് ചെയ്ത് തന്നെ പഠിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. ഇതുപോലെ ഉദാഹരണം വെച്ച് ചെയ്ത് നോക്കിയാൽ കുറേ മനസ്സിലാവും. പക്ഷേ നിങ്ങൾക്ക് വിശദമായിട്ടൊരു വീഡിയോ എന്ത് ചെയ്യുക, ഈ ഒരു പ്രോബ്ലംസ് ചെയ്തുകൊണ്ടുള്ള ഒരു ക്ലാസ് തരാം. അപ്പോഴാണ് നിങ്ങൾക്ക് ഇതൊന്നും കൂടി ഒരു കണക്റ്റായി നിൽക്കുള്ളൂ. അപ്പോൾ ആ ഒരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ വരാം. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.